98.4 UFM-ഉം കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷനും അവതരിപ്പിക്കുന്ന റമദാൻ യൂട്ടൽ ക്യൂസിലേക്ക് സ്വാഗതം. ഒരു മണിക്കൂർ വിജ്ഞാനത്തിനായി ചെലവഴിക്കുന്നത് രാത്രി മുഴുവൻ നീളുന്ന ഉപാസനകളെക്കാൾ നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ വിജ്ഞാനത്തിൻ്റെ ഒരു മണിക്കൂർ അറിവിൻ്റെ പുതുവഴികളിലേക്ക് നമുക്ക് അറിയാവുന്നത് ഒന്നുകൂടി ഓർമ്മിച്ചെടുക്കാൻ, അറിയാത്തത് കേട്ടറിയാൻ 98.4 UFM-ഉം KKM-യും അവതരിപ്പിക്കുന്ന റമദാൻ യൂട്ടൽ ക്യൂസിൽ നിങ്ങളോടൊപ്പം ഞാൻ PR പ്രവീൺ, എന്നോടൊപ്പം ചോദ്യകർത്താവായി മുഹമ്മദ് അരിപ്ര, കുവൈറ്റിലെ യുവ പണ്ഡിതൻ. ഞങ്ങൾ ആരംഭിക്കുകയാണ് മറ്റൊരു രാത്രി കൂടി വിജ്ഞാനത്തിൻ്റെ വഴികളിലേക്ക്. സ്വാഗതം ശ്രീ മുഹമ്മദ് അരിപ്ര. താങ്ക് യു പ്രവീൺജി. നമുക്ക് SMS ചോദ്യം ഇന്നലത്തെ, അതിൻ്റെ ഉത്തരം, വിജയി, ഇന്നത്തെ ചോദ്യം, ആദ്യ കടമ്പ, അങ്ങനെ നമ്മുടെ കടമ്പ കിടക്കാം. ഇന്നലത്തെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു: ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ഏത് എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്നലെ റമദാൻ 17 ബദർ ദിനമായിരുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധത്തെ ഓർമ്മിച്ചെടുക്കുന്ന, അതിൻ്റെ സ്മരണ പുതുക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. ഉത്തരം ഇതാണ്: ബദർ യുദ്ധം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇസ്ലാമിലെ ആദ്യത്തെ യുദ്ധം ബദർ യുദ്ധമായിരുന്നു. ബദർ യുദ്ധം എന്ന് ശരി ഉത്തരം അയച്ചവർ ഒരുപാടുണ്ടായിരുന്നു. ഒരുപാട് പേർ അത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അയച്ചവർ ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും അറിയാമായിരുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അതിന് ഒത്തിരി പേർ ഉത്തരം അയച്ചു. എന്തായാലും ശരി ഉത്തരം അയച്ചവർക്കൊക്കെ അഭിനന്ദനങ്ങൾ. എങ്കിലും നമുക്ക് ഒരു മത്സരമാകുമ്പോൾ ഒരു വിജയി വേണം. ആ വിജയി ആര് എന്ന് അറിയണം. ഹലോ ഹലോ, ആരാണ്? റഷ. എന്താ? റസ. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ സാൽമിയെന്ന്. ഇവിടെ നിന്ന് അങ്ങോട്ട് വിളിക്കുകയായിരുന്നല്ലോ. അപ്പോ എന്തായാലും എന്താണെന്ന് അറിയാമല്ലോ, പറഞ്ഞു കാണുമല്ലോ വിളിച്ചപ്പോ. നമ്മുടെ SMS മത്സരത്തിൽ വിജയിച്ച ആളാണ് ഇന്ന്. SMS മത്സരത്തിൽ വിജയിക്കുന്ന ആളിന് ആദ്യമായി ഞങ്ങൾ നൽകുന്ന ഒരു സമ്മാനമുണ്ട്. പിന്നീടുള്ള സമ്മാനം അത് വഴിയെ കിട്ടിക്കൊള്ളും. പിന്നെ ഇന്ന് മത്സരത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. 3 ചോദ്യങ്ങൾ, 15 സെക്കൻഡ് വീതമാണ് സമയം. ഓക്കെ, അപ്പൊ മത്സരത്തിലേക്ക് കടക്കാം. റഷ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മബ്രൂക്ക്. മത്സരത്തിലേക്ക് കടക്കാലോ അല്ലേ? ഓക്കെ. അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. ഈ പ്രാർത്ഥന കേട്ടിട്ടുള്ളതായിരിക്കും. ഇത് എപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്? പള്ളിയിലേക്ക് കേറുമ്പോ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള പ്രാർത്ഥനയാണിത് അല്ലേ? ഉറപ്പാണ്? ശരിയാണ്. ശരി. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ. പരിശുദ്ധ ഖുർആനിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഉണ്ടല്ലോ. ഖുർആനിൽ എത്ര തവണയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ആവർത്തിച്ചിട്ടുള്ളത്? ക്ലൂ ഉണ്ടോ? ഒരു 10-നിടയിലുള്ള ഒരു സംഖ്യയാണ്. ഖുർആനിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട്? അവസാനത്തെ 5 സെക്കൻഡുകൾ. 8 പ്രാവശ്യം എന്നുള്ള ഉത്തരം തെറ്റിപ്പോയി. 4 തവണയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദുൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ചിട്ടുള്ളത്. 1 തവണ അഹ്മദ് എന്നും പറഞ്ഞിട്ടുണ്ട്. 8 തവണ എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതിയായിരുന്നു ശരി ഉത്തരം. അപ്പൊ എന്തായാലും പകുതി വഴിയിൽ നമുക്ക് പരാജയപ്പെടേണ്ടി വന്നു. എന്തായാലും അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ SMS മത്സരത്തിൽ വിജയിയായതിന്, ഈ മത്സരത്തിൽ പങ്കെടുത്തതിന്. റഷ ആയിരുന്നു ഇന്ന് നമ്മുടെ വിജയിയായി, SMS വിജയിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അഭിനന്ദനങ്ങൾ റഷ, ഞങ്ങളോടൊപ്പം ചേർന്നതിന്. ഉസ്താദേ, നമ്മുടെ ഇന്നത്തെ SMS ചോദ്യം. അതെ, നമ്മളുടെ ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്:
യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേർ എന്താണ്? യുദ്ധമൊക്കെ കഴിഞ്ഞാൽ ശത്രുക്കൾ ഇട്ടേച്ചു പോകുന്ന സ്വത്ത് ആരാണോ യുദ്ധത്തിൽ വിജയിച്ചിട്ടുള്ളത് അവരായിരിക്കും പിന്നീട് അതിൻ്റെ അവകാശികൾ. യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേര് എന്താണ്? അങ്ങനെ മിസ്റ്റർ പ്ലസും മിസ്റ്റർ ലൈറ്റും നൽകുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായി നേടുന്നതിനുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്. യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേരെന്താ? വത്തനിയ 1984, വിവ 51984, സൈൻ 91984. നിങ്ങളുടെ ഉത്തരങ്ങൾ അയക്കേണ്ട SMS നമ്പറുകളാണ് ഞാൻ പറഞ്ഞത്, മറക്കണ്ട. വത്തനിയ 1984, വിവ 51984, സൈൻ 91984. യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേരെന്താണ് എന്ന് മാത്രം നിങ്ങൾ SMS അയച്ചാൽ മതി. മിസ്റ്റർ ലൈറ്റും മിസ്റ്റർ പ്ലസും നൽകുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സമ്മാനമായി നേടാൻ അവസരം ഈ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോഴും കിട്ടുന്ന സമ്മാനം അത് തന്നെയാണ്, മിസ്റ്റർ ലൈറ്റും മിസ്റ്റർ പ്ലസും. മറക്കണ്ട, സമ്മാനം നേടാനുള്ള വഴി SMS അയക്കുക, സമ്മാനം നേടുക. യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേര് എന്താണ് എന്നുള്ള ചോദ്യത്തിന്. ഹലോ, ആരാണ് ടെലിഫോൺ ലൈനിൽ? ഹലോ, ആരാണ്? ഞാൻ അഫ്ര. അഫ്ര പിന്നെയും അല്ല, ആദ്യമായിട്ടാണോ? അതെ, ആദ്യമായിട്ട് വിളിക്കുന്ന അഫ്രയാണ്. ഓക്കെ. ഈ റമദാൻ പാരായണ മത്സരത്തിൽ വിളിച്ചിരുന്നോ? ഇല്ല, അതിലും വിളിച്ചില്ല. അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഓക്കെ, എന്തായാലും നമുക്ക് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 6th-ലാണ്. എവിടെ നിന്നാണ് വിളിക്കുന്നത്? കുവൈറ്റ് സിറ്റിയിൽ നിന്ന് വിളിക്കുന്ന അഫ്ര, 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്ര. അഫ്ര, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. സുഖമാണല്ലോ അല്ലേ? അതെ. ഓക്കെ, ഞാനൊരു പ്രാർത്ഥന ചൊല്ലാം അഫ്ര. ഓക്കെ. ഇത് എപ്പോഴുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞാൽ മതി. അതാണ് ഒന്നാമത്തെ ചോദ്യം കേട്ടോ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീൻ. ഇത് എപ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥനയാണ്? ക്ലൂ എന്താണ് അഫ്ര ഞാൻ തരാ? അഫ്ര നമസ്കരിക്കാറുണ്ടോ? അതെ. നമസ്കാരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്. അത്തഹിയ്യാത്തിലാണോ? നമസ്കാരത്തിലുള്ളതല്ല. ഉളുവിന് ശേഷം? ഉറപ്പിച്ചു പറയൂ, ഉറക്കെ പറയൂ. ഉളുവിന് ശേഷം? ഉളുവിന് ശേഷമുള്ള പ്രാർത്ഥനയാണിത്. മബ്രൂക്ക്. അറിയാവുന്നുള്ള ഉത്തരം പറയാൻ ഇത്രയും സമയം എടുക്കരുത് കേട്ടോ അഫ്ര. ഇനി ഞാൻ കൃത്യം 15 സെക്കൻഡ് മാത്രമേ തരൂ. അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാം. അഫ്ര, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോട്ടെ? ശരി. ഓക്കെ. 3ാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കേട്ടിട്ടില്ലേ? അതെ. കേട്ടിക്കണല്ലോ അല്ലേ? ഓക്കെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകൻ ആരാണ്? ക്ലൂ ഉണ്ടോ? എല്ലാത്തിനും അഫ്രയ്ക്ക് ക്ലൂ വേണം അല്ലേ? ഓക്കെ, അതിന്റെ അവസാനം ബഷർ എന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന്റെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകന്റെ പേരിന്റെ അവസാനത്തിൽ ബഷർ എന്നുണ്ട്. മൂന്നാം ഖലീഫ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ആളുടെ പേര് എന്താണ്? ഇനി 8 സെക്കൻഡുകൾ കൂടി മാത്രം. 6, 5, 4, 3, 2, 1. വലീദ് ബിൻ ബഷർ അല്ല അഫ്ര. ഞാൻ ശരി ഉത്തരം പറയാം. ശരി ഉത്തരം ഇതാണ്, കിനാനത്ത് ബിൻ ബഷർ ആണ് കേട്ടോ അഫ്ര. അപ്പോ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഫ്ര ഇനി ഒരിക്കൽ കൂടി വിളിക്കുമ്പോ നമുക്ക് ശരി ഉത്തരം പറയാം, ജയിക്കാം കേട്ടോ. തീർച്ചയായും. ഓക്കെ. ഹലോ. വലൈക്കും അസ്സലാം. ആരാണ്? മുജീബ് റിഗായിൽ നിന്ന്. മുജീബ് പിന്നെയും മുജീബാണോ? അല്ല, അതെ അതെ അതെ. മൂന്നാമത്തെ ഹാട്രിക് അടിക്കാനായിട്ട് മുജീബ് വരികയാണ്. ശരി മുജീബ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്നെങ്കിലും ഒന്നി പഠിച്ച 3 എന്നാണല്ലോ. ഹലോ, അസ്സലാമു അലൈക്കും. സുഖാണല്ലോ അല്ലേ? ഞാൻ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതെ. ആയത്തുകളുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും വലിയ സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തുൽ ബഖറയാണല്ലോ.
എന്നാൽ ആയത്തുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം ഏത് സൂറത്തിനാണ്? 286 ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലുള്ളത്. അതെ. ആയത്തുകളുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം പരിശുദ്ധ ഖുർആനിൽ ഏത് സൂറത്തിനാണ്? സൂറത്തുൽ അഅറാഫ്. സൂറത്തുൽ അഅറാഫ് എന്നുള്ളത് ഒരു തെറ്റുത്തരമായിരുന്നു. സൂറത്തു ശുഅറ ആണ് ശരി ഉത്തരം. 227 ആയത്തുകളാണ് സൂറത്തു ശുഅറയിൽ ഉള്ളത്. അഅറാഫ് എന്നുള്ളത് ഏകദേശം ഒരു ഫെമിലിയർ സിമിലാരിറ്റി ഉള്ളത് പോലെ തോന്നുന്നുണ്ട് അല്ലേ? അതെ. എന്തായാലും മുജീബേ, മൂന്നാമത്തെ പരീക്ഷണത്തിലും പണി പാളി. ഇനി വിളിക്കുമ്പോ ഞാനൊന്ന് ആലോചിക്കും. മൂന്ന് വട്ടം ആയിട്ടും സമ്മാനം മേടിക്കാൻ പറ്റിയില്ല. ഇനി വിളിക്കുമ്പോ ഒന്ന് ആലോചിക്കേണ്ടി വരും. ഇനി ട്രൈ ചെയ്യണോ? ട്രൈ ഒക്കെ ചെയ്തോ? ഇതൊക്കെ ഒരു നിമിത്തമല്ലേ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. ഓക്കെ, എന്തായാലും മുജീബിന് 3 വട്ടം കിട്ടിയെന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. എത്രയോ പേർ ഇപ്പോഴും വിളിച്ചിട്ടും കിട്ടാത്തവരുണ്ട്. ഹലോ, നമുക്കെന്തായാലും ഉസ്താദ്, നമ്മൾ ചരിത്രത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എനിക്ക് തോന്നുന്നത് നമ്മൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം നമുക്ക് എന്തായിരുന്നു പ്രവാചകരുടെ ആ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്, ജീവിതത്തിന്റെ ഘട്ടങ്ങളാണ് പറഞ്ഞത്. ശരിക്കും എന്തായിരുന്നു പ്രവാചകൻ എന്നുള്ളത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒരു വിശദീകരണമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. അത് എന്താണ് എന്നുള്ളത് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിലൂടെ വിശദീകരിക്കാം എന്ന് തോന്നുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ എത്തിയതിനെ സംബന്ധിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തീർത്ഥാടനത്തിനു വേണ്ടി മക്കയിൽ എത്തുന്ന വേളയിൽ ധാരാളം ആളുകൾ ബേജാറോടുകൂടി നിന്നിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. വളരെ ഭയപ്പാടോടുകൂടിയായിരുന്നു അവർ പ്രവാചകൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നോക്കിയിരുന്നത്. പലപ്പോഴും ചില ഖുറൈശി പ്രമാണിമാരൊക്കെ പറഞ്ഞിരുന്നു, മുഹമ്മദ് എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അവരുടെ പരസ്പരമുള്ള സംഭാഷണങ്ങൾക്കിടയിൽ മുഹമ്മദ് മാന്യനായ ഒരു പിതാവിൻ്റെ മാന്യനായ ഒരു പുത്രനാണ്, അവനിൽ നിന്ന് മാന്യമായതേ നമുക്ക് പ്രതീക്ഷിക്കുവാനുള്ളൂ എന്ന് അവർ പറഞ്ഞിരുന്നു. സത്യത്തിൽ 13 വർഷക്കാലത്തെ പീഡനങ്ങൾക്ക് അറുതി വന്നതിനു ശേഷം അതിന് ഒരു പ്രതികാരം ചെയ്യുമോ എന്നായിരുന്നു അവർ ഉറ്റുനോക്കിയിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംയമനം പാലിക്കുന്നതിനും എല്ലാവരോടും മാന്യമായും സ്നേഹത്തോടുകൂടിയും പെരുമാറുന്നതിനു വേണ്ടി പറയുകയായിരുന്നു. എന്തിനധികം ഹിജ്റ പോകുന്ന വേളയിൽ തങ്ങൾ മക്കയിൽ വിട്ടേച്ചു പോയിരുന്ന വീടും സ്വത്തും എല്ലാം അതിൻ്റെ ആളുകൾ ആരാണോ അവർ തിരിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയായിരുന്നു ആ വീടുകളിൽ താമസിച്ചിരുന്ന ഖുറൈശികൾക്കുണ്ടായിരുന്നത്. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറഞ്ഞത്, ആരാണോ ആ വീട്ടിൽ താമസിക്കുന്നത്, ആരാണോ ആ സ്വത്ത് കൈകാര്യം ചെയ്യുന്നത്, അവർ തന്നെ അതെടുക്കട്ടെ എന്ന് പറഞ്ഞ് അവർക്ക് വിട്ടുകൊടുക്കുകയും അതുവരെയുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം ക്ഷമിക്കുകയും സഹിക്കുകയും വിട്ട് പുറത്തു കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. ഈ ഒരു വിശാല മനസ്സുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ മുഹമ്മദ് പറയുന്നതിൽ എന്തോ കാര്യമുണ്ട് എന്ന് അന്വേഷിക്കണമല്ലോ എന്ന് കരുതി അവർ ഈ ആശയത്തെ പഠിക്കുന്നതിന് വേണ്ടി വരികയായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നിന്ന് കൂടുതൽ പേർ എന്താണ് പറയുന്നത് എന്ന് അറിയാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയായിരുന്നു. ഹലോ, ആരാണ്? ഹിബ. എവിടെ നിന്നാ വിളിക്കുന്നേ? ഹസാവിയയിൽ നിന്ന് ഹിബ. ഹിബ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? 6th-ലാണ്. ഓക്കെ. ഹിബ, അസ്സലാമു അലൈക്കും. സുഖാണല്ലോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സൈഫുള്ള എന്ന് അറിയപ്പെടുന്ന ഒരു സഹാബിയുണ്ട്. സൈഫുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ വാൾ എന്നാണ്. ആ സഹാബിയുടെ പേര് എന്താണ്? സൈഫുള്ള എന്നറിയപ്പെടുന്ന സഹാബി.
ഹിബ അവിടെ ഉണ്ടോ? ആ, പെട്ടെന്ന് ഒരു പറയണം. മിനിറ്റ്. 1 മിനിറ്റ് ഇല്ല, 15 സെക്കൻഡേ ഉള്ളൂ. വന്നു. 1 2 3 4 5. ഖാലിദ് ബിൻ വലീദ്. പിന്നെ എന്താണ് ഇത്ര സമയമെടുത്തത്? ഖാലിദ് ബിൻ വലീദ് എന്നുള്ളത് ശരിയുത്തരമാണ് ഹിബ. ശരി ഉത്തരം പറയാൻ സമയമെടുത്താൽ പിന്നീട് അറിഞ്ഞുകൂടാത്ത ഉത്തരം ആലോചിക്കാൻ ഞാൻ കൂടുതൽ സമയം തരില്ല ഹിബ, കേട്ടോ? ഹിബ ഹിബ ഖാലിദ് ബിൻ വലീദ്. അല്ല, അത് കേട്ട് മബ്രൂക്ക്, ശരിയാണ്, അത് മബ്രൂക്ക് കേട്ട് അടിച്ചില്ലേ മബ്രൂക്ക്, ഹിബ? അത് കേട്ട് മബ്രൂക്ക് തന്ന് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു. രണ്ടാമത്തെ ചോദ്യം കേട്ടില്ലേ ഹിബ? ആ, രണ്ടാമത്തെ ചോദ്യം കേട്ടില്ലേ? ഏ? രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അതിന് മബ്രൂക്ക് തന്നു. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, അത് കേട്ടില്ല? ഇല്ല. എന്നാ പിന്നെ ചോദിക്കൂ ഇപ്പൊ. എന്നാ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. അത് അവിടെ സ്വകാര്യം പറഞ്ഞില്ല, അതാണ് പ്രശ്നം. ലൈൻ കട്ടായി. ഹലോ ഹലോ, ലൈൻ കട്ടായി. എന്തായാലും ഹിബ നമ്പർ നമ്മുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. ഹിബയെ നമുക്ക് അങ്ങോട്ട് വിളിക്കാം, കുഴപ്പമില്ല. ഇതിനിടയിൽ ഹിബ നമ്മളോടൊപ്പം എത്തും. ഹലോ ഹലോ, ഇതാരാണ്? കുറ്റിപ്പുറം. കുറ്റിപ്പുറം CPM അലി CPM അലി കുറ്റിപ്പുറം. അയ്യോ, CPM. ഓക്കെ, ഞാനതാണ് പെട്ടെന്ന് ആലോചിച്ചത്. CPM അലി. ഓക്കെ, കൊള്ളാം. അതെന്തായാലും നമ്മുടെ മത്സരത്തിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞതുപോലെ 15 സെക്കൻഡാണ് സമയം. പക്ഷെ നമുക്ക് ആദ്യത്തെ 2 ഉത്തരം വേഗം പറഞ്ഞാൽ മൂന്നാമത്തെ ഉത്തരത്തിന് അല്പസമയം തരും. ഓക്കെ, അപ്പൊ ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അലി കുറ്റിപ്പുറം, നമുക്ക് ജയിക്കാം. ഓക്കെ, അലി സാഹിബ് അസ്സലാമു അലൈക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം കവി എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കവി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തം കവി എന്ന് അറിയപ്പെട്ടത് ആർ? മുഴുവൻ പേര് പറയൂ. പറയണോ? പറയൂ, അറിയാവുന്ന കാര്യം പറയാമല്ലോ. എന്തിനാണത് മറച്ചു വെക്കുന്നത്? അറിയാവുന്ന കാര്യം എല്ലാവരും അറിയട്ടെന്നേ. പറഞ്ഞോളൂ. ഓർമ്മ വരുന്നത്. ഏതായിരുന്നാലും അതിന്റെ ഉത്തരം നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ സാബിത്ത് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഉത്തരം ഉള്ളത് കൊണ്ടാണ്. ഇതാണ് ശരി ഉത്തരം. ഇതാണ് ഹസ്സാനുബിനു സാബിത്ത്. ഏതായിരുന്നാലും അതിന് നിങ്ങൾക്ക് അറിയാം എന്നുള്ളതായിട്ട് പരിഗണിക്കാം. ഒന്നുകൂടെ ശരി. നമ്മളല്ലെങ്കിൽ ഈ അറിവിന്റെ കാര്യത്തിൽ കടുംപിടുത്തമുള്ളവരല്ല. അതിങ്ങനെ വ്യാപിച്ച് പടർന്നു പന്തലിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ചെറിയ ഒരു ധാരണ ഉണ്ടെങ്കിലും നമ്മൾ മാർക്ക് തരും എന്ന് പറയുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. ദുൽ ജനാഹൈൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സ്വഹാബി ആരാണ്? ദുൽ ജനാഹൈൻ. ദുൽ ജനാഹൈൻ ആ പേര് വരാനുള്ള കാരണം ഉണ്ട്. കാരണം 2 പ്രദേശങ്ങളിലേക്ക് ഹിജ്റ പോയ, ഒന്ന് അബുസീനിയയിലേക്കും മറ്റൊന്ന് മദീനയിലേക്കും ഹിജ്റ പോയത് കൊണ്ടാണ് അങ്ങനെ ദുൽ ജനാഹൈൻ എന്ന അപരനാമത്തിൽ ഈ സ്വഹാബി അറിയപ്പെട്ടത്. ദുൽ ജനാഹൈൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട സ്വഹാബി ആരാണ്? ക്ലൂ തന്നല്ലോ. ഇതൊക്കെയാണ് അലി ഇപ്പോഴത്തെ ക്ലൂ. ഉസ്മാൻ ബിനു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ല. ദുൽ ജനാഹൈൻ എന്നറിയപ്പെടുന്നത് ജഅഫർ ബിനു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. നമ്മൾ പറഞ്ഞിരുന്നു അബുസീനിയയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗവും അതേപോലെ അദ്ദേഹം മദീനയിൽ ഹിജ്റ പോയതും ഒക്കെ. ജഅഫർ ബിനു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് ശരി ഉത്തരം. ഓക്കെ, ശുക്രൻ. അസ്സലാമു അലൈക്കും.
അപ്പോൾ നമ്മൾ പറഞ്ഞത് അങ്ങനെ കൂടുതൽ പേർ താല്പര്യം കാണിച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ടല്ലോ, പ്രവാചകൻ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്ന് ബോധ്യപ്പെട്ട് കുറെ പേർ അതിൽ താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. കാരണം അവർ അത്രയും കാലം ഒരുപക്ഷെ ഇവർ തിരിച്ചെടുത്തേക്കുമെന്ന് കരുതിയിരുന്ന ആ വീടും സ്വത്തുക്കളും ഒക്കെ തിരിച്ചു നൽകുകയായിരുന്നു. എന്നതുപോലെ തന്നെ അബൂ സുഫിയാനോട് കാണിച്ചിരുന്ന ആ വിശാല മനസ്സ്, അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ച ആളുകൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞത്. അതിനു പുറമെ ഇവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പറയുകയായിരുന്നു, മാന്യനായ പിതാവിൻ്റെ മാന്യനായ പുത്രനിൽ നിന്ന് മാന്യമായതേ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ്, ഇദ്ഹബു അൻതുമു തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് മക്കായിലെ എല്ലാ ഖുറൈശികളോടുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വിമോചനത്തിൻ്റെ പ്രഖ്യാപനം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു ആശ്വാസമായിരുന്നു അന്ന് ഖുറൈശികൾക്ക് ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പിന്നീട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നതിന് ശേഷം, മദീനയിലേക്ക് പോവുകയും ഹജ്ജ് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചു വരികയും ചെയ്തതിനു ശേഷം അറഫ സംഗമത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരിത്ര പ്രസിദ്ധമായ തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നിർവഹിക്കുകയാണ്. ആ വിടവാങ്ങൽ പ്രസംഗത്തിൽ ധാരാളം കാര്യങ്ങൾ, പലിശ പോലെയുള്ള കാര്യങ്ങളെ അവിടെ നിന്ന് നിഷിദ്ധമാക്കുകയും ഖുറൈശി ഗോത്രത്തിലുള്ള പലിശയെ ഒന്നാമതായി നിഷിദ്ധമാക്കുകയും അത് തിരിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ളത് പ്രഖ്യാപിക്കുകയും ഇനി ആരും പലിശയുമായുള്ള ഇടപാടുണ്ടാവരുത് എന്ന് പ്രഖ്യാപിക്കുകയും മനുഷ്യ വിമോചനത്തിൻ്റെ അവകാശ സംരക്ഷണത്തിൻ്റെ ഒക്കെ ഒരു പ്രസംഗമായി ഈ അറഫ പ്രസംഗം അറിയപ്പെടുന്നുണ്ട്. ആ പ്രസംഗം നിർവഹിക്കുകയും അവസാനമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന്, തൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യത്തോടടുക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് സഹാബത്തിനെ ഓർമ്മിപ്പിക്കുമാർ ആയിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രസംഗം 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രസംഗിച്ചിരുന്നത്. ഇന്ന് ആ പ്രസംഗിച്ച സ്ഥലത്ത് നമിറ എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ ആ നമിറയിൽ വെച്ചാണ് പ്രഭാഷണം ഉണ്ടാകുന്നത്. ആ സന്ദർഭത്തിലാണ് സഹാബത്ത് പറയുന്നത്, അതേ പ്രവാചകരെ അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്, 23-ാമത്തെ വർഷമാണ്, നുബുവത്തിൻ്റെ 23-ാമത്തെ വർഷമാണ്, അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് എന്ന് എല്ലാവരും സാക്ഷ്യം വഹിക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് മുകളിലേക്ക് നോക്കി അല്ലാഹുമ്മ ഷഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഈ ആളുകളിതാ പറയുന്നു ഞാൻ എൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിരിക്കുന്നുവെന്ന്, തമ്പുരാനെ നീ സാക്ഷിയാണ് എന്ന് അള്ളാഹുവിനോട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കരങ്ങൾ ഉയർത്തി ആകാശത്തിലേക്ക് നോക്കി പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനു ശേഷമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഇനി നിങ്ങൾക്കുള്ളത് ഞാൻ 2 കാര്യങ്ങൾ വിട്ടേച്ചു പോവുകയാണ്. തറക്തു ഫീക്കും അംറൈൻ. നമുക്കതിലേക്ക് വിശദമായി എത്താമെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹിബ, എന്ത് പരിപാടിയായിരുന്നു? ഫോൺ എന്തിനാ കട്ട് ചെയ്തേ? കട്ടായി പോയതാണല്ലേ? അപ്പൊ കട്ടായി പോയി എന്നാണ്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ 2 ചോദ്യത്തിനൂടെ ഉത്തരം പറഞ്ഞാൽ മതി. അപ്പൊ 2ാമത്തെ ചോദ്യം ചോദിക്കുകയാണ്. ഹിബ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, വേറെ എങ്ങോട്ടും ശ്രദ്ധിക്കരുത്, ചോദ്യം ശരിക്കും കേൾക്കണം. ഓക്കെ, അത് ചോദ്യം ശ്രദ്ധിച്ചതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഖലീമുള്ള എന്നറിയപ്പെട്ട പ്രവാചകൻ ആരാണ്? ഹിബ പറയൂ. കലീമുള്ള മൂസ. ഉറക്കെ പറയൂ. മൂസാ നബിയാണോ? മൂസാ നബി. എങ്കിൽ പെട്ടെന്ന് പറയേണ്ട ഹിബ ശരിയുത്തരമാണ്. ഹിബയോട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, അറിയാവുന്ന ഉത്തരം വേഗത്തിൽ ഉച്ചത്തിൽ പറയണം എന്ന്. ഇനി പറയണം കേട്ടോ, 3ാമത്തെ ചോദ്യമാണ്, അപ്പൊ വളരെ ഉച്ചത്തിൽ പറയണം. എളുപ്പമുള്ള ചോദ്യം ചോദിക്കണം. എളുപ്പമുള്ള ചോദ്യം ചോദിക്കാം. എന്താണ് ഹിബയുടെ പേര്?
ഹിബ സമ്മാനം വാങ്ങാൻ ആഗ്രഹം കൊണ്ടാണോ? അതെ, തീർച്ചയായും. ഓക്കെ. അപ്പൊ ഉസ്താദ് ഒരു എളുപ്പമുള്ള ചോദ്യം ചോദിക്കൂ. ബാബിലോണിയ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടിട്ടുണ്ടാവണം. ബാബിലോണിയയിൽ ഇറക്കപ്പെട്ട 2 മലക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അവ? ഹാറൂത്ത് മാറൂത്ത് എന്നുള്ളത് ശരിയുത്തരമാണ്. ഹിബ സമ്മാനം അടിച്ചിരിക്കുന്നു. മാറൂത്ത് എന്നും ഉത്തരം പറഞ്ഞ് ഹിബ അങ്ങനെ ഇന്നത്തെ ആദ്യത്തെ വിജയായിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അങ്ങനെ അതിവേഗത്തിൽ 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് ഹിബ ഇന്നത്തെ ആദ്യത്തെ വിജയായിരിക്കുന്നു. റമദാൻ ടെൽ ക്യൂസിലെ ഇന്നത്തെ വിജയിക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ. 6ാം ക്ലാസ്സുകാരിയായ ഹിബയ്ക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്നതിന്, മത്സരത്തിൽ പങ്കെടുത്തതിന്, വിജയിച്ചതിന്. ഇങ്ങനെ വിജയിക്കാൻ അടുത്തതായി ആരാണ് ടെലിഫോൺ ലൈനിൽ എന്ന് നമ്മൾ അറിയണം. ഉസ്താദ്, അതിനു മുമ്പ് നമുക്ക് കിടക്കാം. നമ്മുടെ ഇന്ന് എന്തായാലും നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലം അവസാനിപ്പിക്കേണ്ടതാണ്. ഒരു ദിവസമാണല്ലോ. അങ്ങനെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏകദേശം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം അവസാനിക്കുകയാണോ എന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതാ വിടവാങ്ങി പോവുകയാണോ എന്നുള്ളത് തോന്നിക്കുമാറ് ചില ആയത്തുകളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്ത് നൽകുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതാ അവതരിപ്പിക്കുകയാണ്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തെ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹത്തെയും പരിപൂർത്തീകരിച്ചിരിക്കുകയാണ്. വ റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് നാം ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ട് തരികയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇനി നിങ്ങൾക്കുള്ളത്, നിങ്ങളോട് എനിക്ക് ഉപദേശിക്കുവാനുള്ളത്, നിങ്ങളിൽ എനിക്ക് വിട്ടേച്ചു പോകുവാനുള്ളത് 2 കാര്യങ്ങളാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമ കിതാബല്ലാഹി വ സുന്നത്തി റസൂലിഹി. 2 കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോവുകയാണ്. അവയെ മുറുകെ പിടിക്കുന്നത് ആരാണോ അവർ ഒരിക്കലും വഴിപിഴച്ച് പോവുകയില്ല. എന്താണ് ആ 2 കാര്യങ്ങൾ? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുത്തു. ഒന്ന് പരിശുദ്ധ ഖുർആനും മറ്റൊന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതമെന്ന് പറയുന്ന പ്രവാചകരുടെ ചര്യയും. ഖുർആനിനെയും പ്രവാചകചര്യയെയും മുറുകെ പിടിക്കുകയാണ് എങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ അടിപതറുകയില്ല, വഴിപിഴച്ച് പോവുകയില്ല. ഞാനിതാ നിങ്ങൾക്ക് ഇവ 2 വിട്ടേച്ച് പോവുകയാണ് എന്ന് പ്രവാചകൻ പരിശുദ്ധ ഖുർആനും പറയുന്നു. പ്രവാചകന്റെ ജീവിതചര്യയും ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ നേർവഴിക്ക് നയിക്കാൻ പര്യാപ്തമായ 2 ഘടകങ്ങൾ, അതാണ് വിട്ടേച്ചു പോകുന്നു എന്ന് പറഞ്ഞത്. നമുക്ക് മടങ്ങിയെത്താം. ഹലോ, ആരാണ്? ഷഹന ഷെരീഫ്. എവിടെ നിന്നാണ്? ഫഹാഹിൽ നിന്ന്. അപ്പോ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിബയ്ക്ക് ശേഷം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഷഹന മത്സരത്തിനായി നമ്മോടൊപ്പം ചേരുന്നു. ഷഹന ജയിക്കണം കേട്ടോ. ഓക്കെ. ഷഹന, അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഞാൻ ചോദിച്ചോട്ടെ, എന്താ പേടിയുണ്ടോ? ഇല്ല. ഓക്കെ. എന്നാ ചോദ്യം ഇതാണ്, അബുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന സഹാബി ആരാണ്? അഗതികളുടെ പിതാവ്. അഥവാ അബുൽ മസാക്കീൻ എന്നറിയപ്പെടുന്ന സഹാബി ആരാണ് അദ്ദേഹം? ക്ലൂ എന്താണ് ക്ലൂ വേണ്ടത്? ഇദ്ദേഹം ഇസ്ലാമിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഹിജറകളിലൊക്കെ, ഇസ്ലാമിൻ്റെ ഹിജറകളിലൊക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു.
ആണോ? ആ. എന്റെ സ്വാധീനം ഉപയോഗിച്ചു. വേഗം 15 സെക്കൻഡ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ള ഉത്തരം തെറ്റിപ്പോയി. ശരി ഉത്തരം ഇതാണ്, ഞാൻ പറയാം. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് ആണ് ശരി ഉത്തരം കേട്ടോ. ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ സ്വാധീനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ക്ലോക്ക് ഇട്ട് തന്നു. എന്നിട്ടൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഉസ്താദ്, അതെ, അങ്ങനെ പരിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ജീവിതചര്യയും ഈ ലോകത്തിനായി നൽകുകയാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവ രണ്ടും വിട്ടേച്ച് പോവുകയും ഇവ മുറുകെ പിടിക്കണമെന്ന് പറയുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഏതൊരാളും അവർക്ക് ജീവിതത്തിൽ എന്ത് അപജയങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും, ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിലും പരിശുദ്ധ ഖുർആൻ അതിന് പരിഹാരം നൽകുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. പ്രതിസന്ധിയുടെ ആ പ്രശ്നത്തിൻ്റെ കാരണം അന്വേഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ തൻ്റെ ജീവിതത്തിൽ തന്നെയുള്ള, തൻ്റെ സ്വഭാവത്തിൽ തന്നെയുള്ള ഒരു പ്രശ്നമായിരിക്കാം, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരിക്കാം. മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നും തൻ്റെ സ്വഭാവ ദൂഷ്യത്തെ എങ്ങനെ നന്നാക്കിയെടുക്കാമെന്നും പരിശുദ്ധ ഖുർആൻ നിർദ്ദേശം നൽകുന്നുണ്ട്. ഖുർആനിനെ സംബന്ധിച്ച് തന്നെ, ഖുർആനിനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഖുർആൻ എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മടങ്ങിയെത്താം നമുക്ക്. ഹലോ ഹലോ, ആരാണ്? അസ്കർ. അഷ്കർ എവിടെ നിന്നാണ്? ഷുവൈക്കിൽ നിന്ന് വിളിക്കുന്ന അഷ്കറെ, ജയിക്കണം. ജയിക്കണം, അത് തന്നെ ഞാനും പറഞ്ഞു. ശരി, ഓക്കെ, റെഡി. ജയത്തിന്റെ ഒരു ഒന്നാം ഘട്ടം നമുക്ക് ആരംഭിക്കാം. കൂടെ ആരൊക്കെ ഉള്ളേ? കൂടെ അനുജനുണ്ട്. മതി, അനുജനും ജ്യേഷ്ഠനും കൂടി ഒരു പോരാട്ടം നടത്തി നോക്കുക. നമുക്ക് എളുപ്പത്തിൽ ജയിക്കാം. 15 സെക്കൻഡേ ഉള്ളു കേട്ടോ. ഓക്കെ. ഹനീഫ് എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? അതാണ് ഒന്നാമത്തെ ചോദ്യം. ഹനീഫ്. അതെ. അനുജനും ചേട്ടനും ഒരു കൈ നോക്കൂ. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഋജുമാനസൻ എന്നാണ് അർത്ഥം. അങ്ങനെ ഋജുമാനസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് ഏത് പ്രവാചകനെയാണ്? ഖുർആനിൽ പറയുന്നുണ്ടത്. ഹനീഫ്, ഹനീഫൻ എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് വിശേഷിപ്പിക്കുന്നുണ്ട് ഖുർആൻ തന്നെ. അള്ളാഹു ആണ് അങ്ങനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞോട്ടെ ഏത് പ്രവാചകനാണെന്ന്? ഈസാ നബി അല്ല, ശരി ഉത്തരം ഇബ്രാഹിം നബിയാണ്. ഖുർആനിൽ സൂറത്തു ആലു ഇമ്രാനിലെ 67-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ എന്ന് പറയുന്നുണ്ട്. അത് ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണ്. ഹലോ, ഹലോ, ആരാണ്? ശ്രീലങ്ക മുഹമ്മദ്. ശ്രീലങ്ക മുഹമ്മദ്. അത് ശരി. മലയാളം ഓക്കെ, ഓ മലയാളത്തിൽ ചോദിക്കട്ടെ, ഉത്തരം നമ്മൾ പറഞ്ഞോളും അല്ലേ? ഓക്കെ, ആടി സക്ക. അയ്യോ, വിളിക്കും, തിരിച്ചു വിളിക്കും, പേടിക്കണ്ട ഉസ്താദ്. നമ്മൾ പറഞ്ഞു വന്നല്ലേ കിടക്ക്. എന്തായാലും നോക്കട്ടെ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനും പ്രവാചകരുടെ ചര്യയും വിട്ടേച്ചു പോവുകയാണല്ലോ. സത്യത്തിൽ എന്താണ് ഖുർആൻ? 23 വർഷ കാലഘട്ടം കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഘട്ടം ഘട്ടമായി അവതീർണമായതാണ് ഖുർആൻ. എന്താണ് ഖുർആൻ? അതിൻ്റെ ഒരു ഉള്ളടക്കം എന്താണ്? ഖുർആനിനെ സംബന്ധിച്ച് എന്തു പറയുന്നു? ധാരാളം കാര്യങ്ങൾ, ധാരാളം ആയത്തുകളിലൂടെ ഖുർആൻ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരു വചനം ഇങ്ങനെയാണ്, യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും വ അൻസൽനാ ഇലൈക്കും നൂറൻ മുബീന. മനുഷ്യ സമൂഹമേ, മനുഷ്യരെ വിളിച്ചുകൊണ്ട് പറയാണ്. പലപ്പോഴും പരിശുദ്ധ ഖുർആനിൻ്റെ അഭിസംബോധന യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ എന്ന് പറഞ്ഞുകൊണ്ട്
മതത്തിൽ നിയമമാക്കിയിട്ടുള്ള നിബന്ധനകളെ സംബന്ധിച്ച് പറയാറുണ്ട്. പക്ഷെ ഇവിടെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഖുർആൻ മനുഷ്യരെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒരു ആ സമൂഹത്തെ മുഴുവൻ, മനുഷ്യ സമൂഹത്തെ മുഴുവനായി അഭിസംബോധന ചെയ്യുകയാണ്. ഹലോ ഹലോ, ആരിഫ് ഖാനാണ്. ആരിഫ് ഖാൻ, ശ്രീലങ്ക. ആരിഫ് ഖാൻ ആണല്ലോ ഇപ്പൊ വിളിച്ചത്. കട്ടായി പോയി. ആരിഫ് ഖാനെ വിളിച്ചപ്പോ ആരിഫ് ഖാന്റെ ഫോൺ, ആരിഫ് ഖാൻ ഇങ്ങോട്ട് വിളിച്ചപ്പോ ആരിഫ് ഖാന്റെ ഫോൺ കട്ടായി പോയി. അങ്ങനെ ആരിഫ് ഖാനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ആരിഫ് ഖാൻ പറയുന്നു ആരിഫ് ഖാൻ ആണ് ഇങ്ങോട്ട് വിളിച്ചതെന്ന്, അല്ലേ? മൊത്തം കൺഫ്യൂഷനായി. എന്തായാലും നമുക്ക് ആരിഫ് ഖാൻ മലയാളം അറിയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയതാ. അപ്പൊ ഇതെല്ലാം മനസ്സിലായല്ലോ, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ പിന്നെ ഇനി ഉസ്താദ് ചോദിക്കുന്ന ചോദ്യവും മനസ്സിലാവും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 12ാമത്തെ വയസ്സിൽ പ്രവാചകരുടെ പിതൃവ്യനായിട്ടുള്ള അബൂ ത്വാലിബിനോടൊപ്പം സിറിയയിലേക്ക് ഒരു കച്ചവട യാത്ര നടത്തിയിട്ടുണ്ട്. ആ കച്ചവട യാത്ര നടത്തുന്ന സന്ദർഭത്തിൽ ആ സമയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പ്രവാചകത്വം ദർശിച്ച ഒരു ക്രിസ്തീയ പുരോഹിതൻ ആരാണത്? അതെ, അയാളുടെ പേര്? ആ ക്രിസ്തീയ പുരോഹിതന്റെ പേര് എന്താണ്? ചോദ്യം മനസ്സിലായല്ലോ അല്ലെ? മനസ്സിലായി. ക്ലൂ ഞാൻ എന്ത് ക്ലൂ ആണ് തരിക? ഈ അവരൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ നിന്ന സന്ദർഭത്തിലാണ് പ്രവാചകരെ, 12 വയസ്സുള്ള ഈ കുട്ടിയെ ഈ ക്രിസ്തീയ പുരോഹിതൻ കാണുകയും അദ്ദേഹത്തിന് വേദത്തിലുള്ള കാര്യങ്ങൾ അറിയാം, മുൻപ് കഴിഞ്ഞുപോയ വേദത്തിലുള്ള കാര്യങ്ങൾ അറിയാം, ചില അമാനുഷികമായ ചില കാര്യങ്ങൾ ഈ കുട്ടിയിൽ ദർശിക്കുകയും അങ്ങനെ നിങ്ങൾ ഇദ്ദേഹവുമായി ഈ കുട്ടിയുമായി കച്ചവടത്തിന് പോവരുത് ഇപ്പോ എന്ന് അബൂ ത്വാലിബിനോട് നിർദ്ദേശിക്കുകയും ചെയ്തു ഈ ക്രിസ്തീയ പുരോഹിതൻ. ആരായിരുന്നു അദ്ദേഹം? ഞാൻ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഏതായിരുന്നാലും നിങ്ങൾ വിളിച്ചല്ലോ, വിളിക്കാൻ കാണിച്ച ആ ചങ്കൂറ്റത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. തീർച്ചയായും അതിനൊരു അഭിനന്ദനമുണ്ട്. ഞാൻ ആ അഭിനന്ദനം എന്തായാലും മറച്ചു വയ്ക്കാതെ. ബുഹൈറ എന്നുള്ളതാണ് ശരി ഉത്തരം. ആ ക്രിസ്തീയ പുരോഹിതന്റെ പേര് ബുഹൈറ എന്നാണ്. ഓക്കെ, വളരെ നന്ദി. എന്തായിരുന്നാലും അങ്ങനെ വിളിച്ച് മത്സരത്തിൽ പങ്കെടുക്കുക, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നുണ്ട്. അത് വിളിച്ചല്ലോ. തീർച്ചയായും. ഹലോ ഹലോ ഇന്ന് ടെലിഫോണിന് എന്തോ സംതിങ് റോങ് ഉണ്ട്. കാരണം ഇന്ന് എത്രാമത്തെ തവണയാ കോള് കണക്ട് ആകുമ്പോൾ കട്ടാവുന്നു, 3-4 തവണയായി. അല്ല, ഒരുപക്ഷെ അത് ഇതുകൊണ്ടായിരിക്കും. ഇന്ന് നമ്മൾ ചരിത്രം പറഞ്ഞ് തീർക്കുകയാണല്ലോ, അപ്പൊ അതിന് സമയം കിട്ടണമെന്ന് കൃത്യമായി തന്നെ. അല്ല, അതൊരു നിമിത്തമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ് ഉസ്താദ്. കാരണം ഇതുവരെ അങ്ങനെ കോള് കട്ടായിട്ടുള്ള ദിവസം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ കോള് കട്ടാവുന്ന അവസരമെല്ലാം നമുക്ക് ഇത് പറയാനും വിശദീകരിക്കാനും അവസരം കിട്ടുകയാണ്. അപ്പോ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് ഖദ് ജാഅക്കും ബുർഹാനും മിർ റബ്ബിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ബുർഹാൻ വന്നെത്തിയിരിക്കുന്നു എന്നാണ്. സത്യത്തിൽ ബുർഹാൻ എന്നുള്ള പദത്തിന് ആധുനിക ഡിക്ഷണറികൾ നൽകുന്ന അർത്ഥം, അറബിയിൽ തന്നെ നമ്മൾ അത് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദലീൽ എന്നാണ്. ദലീൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾക്ക് ഒക്കെ അറിയാം, കാറ്റലോഗ് എന്നാണ് അർത്ഥം. ഒരു ഇലക്ട്രോണിക് ഉപകരണം വാങ്ങുമ്പോൾ അതിൻ്റെ എങ്ങനെ അത് പ്രവർത്തിപ്പിക്കണം, എങ്ങനെ അത് ചലിക്കണം, അത് കേടായി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് നന്നാക്കിയെടുക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങൾ അടങ്ങിയതാണ് കാറ്റലോഗ്. എന്നതുപോലെ അള്ളാഹു മനുഷ്യരോട് പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള കാറ്റലോഗ് ഇതാ നിങ്ങൾക്ക് അവതീർണമായിരിക്കുന്നു. വ അൻസൽന ഇലൈക്കും നൂറൻ മുബീന, സ്പഷ്ടമായ ഒരു വെളിച്ചവും നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്ന് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ഖുർആൻ വെളിച്ചമാണ്. മാനവർക്കാകമാനം ഉള്ള എങ്ങനെ ചരിക്കണം, അവരെങ്ങനെ ചലിക്കണം, അവർ മോശമായാൽ തിരിച്ച് സൽപന്ഥാവിലേക്ക് എങ്ങനെ തിരിച്ച് നടക്കണം എന്നൊക്കെ പറയുന്ന മനുഷ്യൻ്റെ കാറ്റലോഗ്, അതല്ലെങ്കിൽ അതിസങ്കീർണ അവയവങ്ങളോട് കൂടിയ മനുഷ്യൻ്റെ
ഭരണഘടനയാണ് പരിശുദ്ധ ഖുർആൻ എന്നാണ് ഖുർആനിനെ സംബന്ധിച്ച് തന്നെ വിശദീകരിക്കുന്നത്. തീർച്ചയായും ഖുർആൻ അങ്ങനെ നൽകുന്ന ഈ വലിയ സമൂഹത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ഒരുപാട് സന്ദേശങ്ങൾ നൽകുന്നു എന്നുള്ളത് മറക്കണ്ട. നിങ്ങൾ SMS ചോദ്യം, യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അയക്കേണ്ട നമ്പറുകൾ ഞാൻ ആവർത്തിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. ചോദ്യം, യുദ്ധത്തിൽ ശത്രുക്കൾ ഉപേക്ഷിച്ചു പോയ സ്വത്തിന് പറയുന്ന പേരെന്ത്? വത്തനിയ 1984, വിവ 5198 സൈൻ 91984. ഹലോ, ഹലോ, ആരാണ്? അലൈക്കും സലാം. ഗഫൂർ ഗഫൂർ കോട്ടക്കുന്ന്. ഗഫൂർ കോട്ടക്കുന്ന്. അയ്യോ, കോട്ടക്കുന്ന് സ്വദേശിയായ ഗഫൂർ ജഹ്റയിൽ നിന്ന് വിളിക്കുന്നു. കാസർഗോഡാണ്. അതെ അതെ. അങ്ങനെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് പോരാട്ട വീര്യവുമായി ഇപ്പോൾ അംഗം വെട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഗഫൂറെ, ഇതാ വരുന്നു ചോദ്യം. പിടിച്ചോളൂ, ഉത്തരം പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഉംറക്ക് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. ഓക്കെ, ഉംറയുടെ നിയ്യത്ത് എന്താണ് എന്നാണ് ചോദ്യം. മീഖാത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് കുളിച്ച് ശുദ്ധിയായി സുഗന്ധമൊക്കെ പൂശിയിട്ട് നിയ്യത്ത് വെക്കുമല്ലോ. അതെ. അതിനുശേഷമാണ് നമ്മൾ തെൽബിയത്ത് ചൊല്ലി തുടങ്ങുക. കഅബാലയത്തെ കാണുന്നത് വരേക്കും തെൽബിയത്ത് ചൊല്ലും. എന്താണ് ഉംറയുടെ നിയ്യത്ത്? ഒരു മിനിറ്റ് ഇല്ല, അത്രേ ഉള്ളൂ. അതെ, ഉംറയുടെ ഇഹ്റാം കിട്ടാൻ വേണ്ടി ഞാൻ കയറുന്നു എന്ന് പറഞ്ഞിട്ട് അല്ല, അതിന് പ്രത്യേകമായി ചൊല്ലി പറയേണ്ടുന്ന വചനം തന്നെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് അങ്ങനെയാണ് എന്നാണ് ഇത്. നവൈത്തുൽ ഉംറത ലില്ലാഹി തആല എന്നാണോ? അങ്ങനെയാണ് മറന്നുപോയി എനിക്ക്. അല്ല, ഞാൻ പറയാം. ശരി ഉത്തരം ഇതാണ്. ഉംറയുടെ നിയ്യത്ത് ലബ്ബൈക അല്ലാഹുമ്മ ബി ഉംറത്തിൻ എന്നാണ്. ലബ്ബൈക അല്ലാഹുമ്മ ബി ഉംറത്തിൻ, അങ്ങനെയാണ് ഉംറയുടെ നിയ്യത്ത് വെക്കുക. അങ്ങനെ കോട്ടക്കുന്നിലെ ഗഫൂർക്ക ദോസ്തരും സഹായിക്കാൻ പറ്റിയില്ല അല്ലേ? കൂടെ ഉണ്ടായിരുന്ന ദോസ്ത് എല്ലാരും ഇല്ല, അറിയാന്നുള്ള ദോസ്തുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ? വിളിച്ചപ്പോ കിട്ടിയപ്പോ ആയുധമില്ലാതായി പോയി. കുഴപ്പമില്ല, നമുക്ക് കുഴപ്പമില്ലെന്ന്. ഇപ്പൊ കിട്ടിപ്പോയപ്പോ കൂടെ സഹായിക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടായിരുന്നില്ല അല്ലേ? അതന്നെ, കുഴപ്പമില്ലെന്നേ, നമുക്ക് ജയിക്കാം. ഇനിയും ഉണ്ടല്ലോ അവസരം. കൃത്യമായി വിളിക്കൂ, കിട്ടും, കിട്ടാതിരിക്കില്ല, സമ്മാനവും കിട്ടും. ഓ എല്ലാവിധ അഭിനന്ദനങ്ങളും. നല്ല പരിപാടിയാണ്. താങ്ക് യു. അപ്പോൾ ഈ ഉസ്താദേ, ഈ ഫേസ്ബുക്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടെ കമന്റ് അടിച്ചിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ വായിക്കില്ല, ഞാൻ ഇന്നലെ പറഞ്ഞു എന്നാ പറയുന്നത്. വായിക്കുകയൊക്കെ ചെയ്യും. അഷറഫ് കാസർഗോഡെ എല്ലാം വായിക്കും. സമയം ഉണ്ടാക്കിയെങ്കിലും ഞാൻ വായിക്കും. നിങ്ങൾ പക്ഷേ നല്ല അഭിപ്രായം ഇട്ടാൽ ഞാൻ വായിക്കും. ഇതെല്ലാവരും ഉത്തരമാണ് ഇടുന്നത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഇടുകയാണ്. അത് ഞാൻ വായിച്ചാൽ അപ്പുറത്ത് ഉത്തരം പറയാൻ നിൽക്കുന്ന ആൾ അത് കേട്ടിട്ട് ഉത്തരം പറയുമല്ലോ. അതുകൊണ്ടാണ് ഞാനത് വായിക്കാത്തത്. എന്തായാലും ക്ലോക്ക് ഇട്ട് പേടിപ്പിക്കരുത് എന്ന് പറയുന്നു. ഈ ക്വിസ് എന്ന് പറയുമ്പോൾ ആകാംക്ഷ ജനിപ്പിക്കണം എന്നുള്ളത് കൊണ്ടാണ് ക്ലോക്ക് ഇടുന്നത് എന്ന് ഷാഹുൽ ഹമീദിനെയും അറിയിച്ചു കൊള്ളുന്നു. പിന്നെ എല്ലാം ഈ പറയുന്നത് പോലെ അഭിനന്ദിക്കുകയാണല്ലോ. അഭിനന്ദിക്കുന്നത് ഞാൻ തന്നെ, വായിക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് വായിക്കാത്തതാണ് കേട്ടോ. അപ്പൊ എന്തായാലും നല്ല നല്ല അഭിപ്രായം വന്നാൽ കൃത്യമായി വായിക്കുന്നതായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട്, ഹലോ, ആരാണ്? മുഹമ്മദ് മിഷാൽ. എവിടെ നിന്ന് വിളിക്കുന്നു? റിഗായിൽ നിന്ന് വിളിക്കുന്നു. എന്താണ് അപ്പൊ മുഹമ്മദ് മിഷാൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നേ? 7th പഠിക്കുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് മിഷാലെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹിബ മാത്രമാണ് ഇന്ന് വിജയിച്ചത്. അത് കേട്ടായിരുന്നല്ലോ അല്ലേ? നമുക്ക് രണ്ടാമത്തെ വിജയി ആവണം. ഓക്കെ, റെഡി? ഓക്കെ മിഷാൽ. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ചോദിച്ചോട്ടെ? ഓക്കെ. അമീറു ശുഅറ അഥവാ കവികളുടെ നേതാവ് എന്നറിയപ്പെട്ട ഒരു കവിയുണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ള കവികളുടെ നേതാവ് എന്ന, കവികളുടെ അമീർ എന്ന വിശേഷണം കിട്ടിയിട്ടുള്ള കവി ആരാണ്? ഒരു ക്ലൂ തരോ? അദ്ദേഹം ഒരു
അറബി കവിയാണ്. അറബി കവിയാണ്. നബിയുടെ കാലത്തുണ്ടായതാണോ? അല്ല, നബിയുടെ കാലഘട്ടത്തിന് ശേഷമാണ്. റൂമി. റുമിയാണോ? പറയൂ. ഉമർ കലാം. ഉമർ ഖയ്യാം. ഉമർ ഖയ്യാം അല്ല. ശരി ഉത്തരം ഇതാണ്, അമീറു ഷുഅറ അഹ്മദ് ഷൗഖി. കേട്ടിട്ടുണ്ടോ? ഇല്ല. അയ്യോ, അദ്ദേഹം അമീറു ഷുഅറ ആയതുകൊണ്ട് എന്തായാലും കേൾക്കേണ്ടതല്ലേ. കവികളുടെ നേതാവ് എന്നറിയപ്പെട്ട കവിയാണ് അമീറു ഷുഅറ. അദ്ദേഹം അഹ്മദ് ഷൗഖി. കേട്ടോ? ഏതായിരുന്നാലും വളരെ നന്ദി. നിഷാദേ, കുഴപ്പമില്ല, നമുക്ക് ഇനിയും അവസരം വരും. അവസരം നമ്മെ തേടി വരും. തേടി വരുമ്പോൾ നമ്മൾ കരുതിയിരിക്കുക. കരുതിയിരുന്നാൽ നമുക്ക് ജയിക്കാനാകും. ഓക്കെ, എന്തായാലും മത്സരത്തിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി. നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. അവസാനമായി നമുക്ക് അതിൻ്റെ ഒരു കലാശ കൊട്ട് ഇന്നത്തെ സ്വാഭാവികമായി തന്നെ നമ്മൾ ആ ചരിത്രാവലോകനം നിർത്തുകയാണ്. നാളെ മുതൽ നമ്മൾ സ്പെസിഫിക് ആയി വേറെ ചില കാര്യങ്ങളിലേക്ക് കൂടി കടക്കാനുണ്ട്. അതെ, നമ്മൾ പറഞ്ഞു വന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനും ഹദീസും നബിചര്യയും വിട്ടേച്ചുകൊണ്ടാണ് പോയത്. സത്യത്തിൽ നമ്മുടെ ബാധ്യത എന്ന് പറയുന്നത് ആ പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനായി മാറുവാൻ പരിശുദ്ധ ഖുർആൻ മനുഷ്യനെ ആഹ്വാനം ചെയ്യുന്നുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അതായിരുന്നു. പ്രവാചകരുടെ സ്വഭാവം അതായിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് എന്തായിരുന്നു പ്രവാചകൻ എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് കാന ഖുൽഖുഹു അൽ ഖുർആൻ എന്നാണ്. ആയിഷ ബീവി പറയാണ്, പ്രവാചകന്റെ സ്വഭാവം എന്ന് പറയുന്നത് ഖുർആനായിരുന്നു എന്ന്. ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതമായി ആക്കി മാറ്റേണ്ടതുണ്ട്. പ്രവാചകൻ അവസാനമായി പറഞ്ഞു നിർത്തുകയാണ്, ഫൽ യുബല്ലിഗി ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കട്ടെ എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ ദശാസന്ധികളിലൂടെ നമ്മൾ വഴി നടന്നു. അതവിടെ പൂർണ്ണമായിരിക്കുകയാണ്. പ്രവാചകർ അവസാനമായി ജബലുർ റഹ്മയിലെ പാറക്കെട്ടിൻ്റെ മുകളിൽ കയറി നിന്ന് പറഞ്ഞു, ഫൽ യുബല്ലിഗി ഷാഹിദു ലിൽ ഗായിബ്. ഇവിടെ ഹാജറില്ലാത്തവർക്ക് ഹാജറുള്ളവർ എത്തിച്ചു കൊടുക്കട്ടെ. അവ ഗ്രന്ഥങ്ങളായും പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിച്ച് മുസ്ഹഫുകളായും നമ്മുടെ മുമ്പിലുണ്ട്. പ്രവാചകരുടെ ജീവിതവും ഖുർആനും അവ അനുധാവനം ചെയ്യുകയാണെങ്കിൽ വഴിവിഴച്ചു പോവുകയില്ല എന്ന് ജനസഞ്ചയത്തോട് ഖുർആൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഖുർആൻ അനുസരിച്ചുള്ള ഒരു ജീവിതമാണ് നമ്മുടെ മുൻപിലുള്ളത്. നമുക്കിനിയും വിശദീകരിക്കാം. ഇനിയുള്ള ദിവസങ്ങളിലും പ്രവാചകർ എന്തായിരുന്നു ഖുർആൻ, എന്തുകൊണ്ട് ഖുർആൻ വായിക്കുക എന്ന് പറഞ്ഞ് അവതീർണമായതാണല്ലോ ഖുർആൻ. എന്താണ് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത്? ഖുർആൻ ഉയർത്തുന്ന മാനവികത എന്താണ്? ഖുർആൻ ഉയർത്തുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്? വരും ദിവസങ്ങളിൽ നമുക്ക് ആ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് തോന്നുന്നു.